ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയുടെ പ്രിപ്പറേഷനിലോട്ടാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമുക്ക് ഡാൽഗോണ കോഫി ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ പലരും നിങ്ങളുടെ വീടുകളിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇടുക്കിക്കാരിയിലൂടെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര, ചൂടുവെള്ളം, പിന്നെ ഐസ് ക്യൂബ്സ്, 1/2 ലിറ്റർ പാൽ. ഞാനിപ്പോൾ 2 ഗ്ലാസ് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 സ്പൂൺ ഇതിലോട്ട് ഇടുവാണ്. ഇതുപോലെയുള്ളൊരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 2 സ്പൂൺ നിറച്ച് ഞാൻ കോഫി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതേ അളവിൽ 2 സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം ഇതുപോലെ തന്നെ 2 സ്പൂൺ ചൂടുവെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഇത് ബീറ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സ്പൂൺ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മിക്സി ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വീടുകളിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബീറ്റർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടാണെന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാവകാശം ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ ക്രീമി കൺസിസ്റ്റൻസി ആകുന്നത് എപ്പോഴാണോ ആ സമയം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ മിക്സ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുറച്ച് നേരം കൂടി, ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊരു തിക്നെസ്സിലാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ഒഴിച്ചു നോക്കുമ്പം പതുക്കെ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് ചാടി പോകുന്നതല്ല, പതുക്കെ സ്പൂണിൽ നിന്ന് പോകുന്ന രീതിക്കുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ടാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. ഇത് ചെയ്ത് കിട്ടാനായിട്ട് 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്നുകൂടി മുകളിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ചേർക്കാവുന്നതാണ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഫില്ല് ചെയ്യാം. ഇത് കൂൾ കോഫിയാണല്ലോ, അപ്പോൾ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് എടുക്കുന്ന ഒരു ഗ്ലാസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ആദ്യമേ നമുക്ക് ഐസ് ക്യൂബ്സ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഏറ്റവും അവസാനം ഐസ് ക്യൂബ്സ് എടുക്കുന്നതാണ് നല്ലത്, കാരണം അല്ലെങ്കിൽ ഇതുപോലെ മെൽറ്റായി പോകും. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാല് തിളപ്പിച്ച് അരച്ചതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വെച്ചിരിക്കുന്ന പാലാണ്. അപ്പോൾ ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. മുക്കാൽ ഗ്ലാസോളം പാല് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഗ്ലാസ്സിലോട്ട് ആക്കി കൊടുക്കാം. ഡാൽഗോണ കോഫി മിക്സ് എല്ലാം ഫില്ല് ചെയ്ത് ഞാൻ കുടിക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് പാലിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ലഭിക്കുന്നത്.
തണുത്തിരിക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് ചൂടോടുകൂടിയാണ് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനകത്ത് ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട. അതിന് പകരം നിങ്ങൾ ചൂട് പാലൊഴിക്കുക. അതിനുശേഷം മുകളിൽ ഇപ്പോൾ നമ്മൾ കോഫി പൗഡർ കൊണ്ടുണ്ടാക്കിയ ഈ മിക്സ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോഴും വളരെയധികം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.